السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 226 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ ക്ലാസ് സാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പാടുള്ള എല്ലാ മുഅ്മിനാത്ത് മുഅ്മിനീങ്ങൾക്കും, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, ഉസ്താദുമാർ, വിദ്യാർത്ഥിനികൾ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റഫർ ചെയ്യുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 226 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയസ്നഉൽ ഫുൽക വകുല്ലമാ മറ അലൈഹി മലഉം മിൻ ഖൗമിഹി സഖിറൂ മിൻഹു ഖാല ഇൻ തസ്ഖറൂ മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ فسوف تعلمون من يأتيه عذاب يخزيه ويحل عليه عذاب مقيم حتى إذا جاء أمرنا وفارت النور قل نحمل فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول ومن آمن وما آمن معه إلا قليل وقال اركبوا فيها بسم الله مجريها ومرساها إن ربي لغفور رحيم وهي تجري بهم في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركب معنا ولا تكن مع الكافرين قال سآوي إلى جبل يعصمني من الماء قال لا عاصم اليوم من أمر الله إلا من رحم وحال بينهما الموج فكان من المغرقين وقيل يا أرض ابلعي ماءك ويا سماء أقلعي وغيض الماء وقضي الأمر واستوت على الجودي وقيل بعدا للقوم الظالمين ونادى نوح ربه فقال رب إن ابني من أهلي وإن وعدك الحق وأنت أحكم الحاكمين صدق الله العلي العظيم. സൂറത്ത് ഹൂദിലെ 38 മുതൽ 45 വരെയുള്ള 8 ആയത്തുകളാണ് ഓതി വെച്ചത്. 12ാമത്തെ ജുസിൽ 226 പേജ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാനവറുകളുടെ സമൂഹത്തെ സത്യത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അഹങ്കാരത്തോടെ ധിക്കരിച്ച് തട്ടുത്തരങ്ങളും ദുർന്യായങ്ങളും നിരത്തി. ഗത്യന്തരമില്ലാതായപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം അവർക്കെതിരെ ദുആ ചെയ്തു. അല്ലാഹു തആല ദുആ സ്വീകരിച്ചു. അങ്ങനെ അവരെ ഇനി നശിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അതിനു മുന്നോടിയായി ഒരു കപ്പൽ പണിയാൻ അല്ലാഹു തആല നൂഹ് നബിയോട് കൽപ്പിച്ചു. ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത്. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കാൻ തുടങ്ങുകയാണ്. വളരെ വേഗം കപ്പൽ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. സത്യനിഷേധികളായ ആളുകൾ ഇതും ഒരു അവസരമായി കണ്ട് മുതലെടുത്തു. ആക്ഷേപവും പരിഹാസവുമായി നൂഹ് നബി അലൈഹിസ്സലാമിനെ പൊതിഞ്ഞു അവർ. നീ ഇന്നലെ വരെ നബിയായിരുന്നു, ഇന്നിപ്പോൾ ആശാരിയായോ എന്നായിരുന്നു ചിലരുടെ കമൻറ്റ്. ഒരു മലമുകളിലാണ് കപ്പൽ നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത്. ആളുകൾ അങ്ങോട്ട് കൂട്ടം കൂട്ടമായി ചെന്ന് നൂഹ് നബി അലൈഹി സ്വലാമിനെ കളിയാക്കി. നിനക്ക് വട്ടാണെന്ന്, ഭ്രാന്താണെന്ന് ഞങ്ങൾ വെറുതെ പറയുകയായിരുന്നില്ല, മുമ്പേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഭ്രാന്താണ് എന്ന്. ഇപ്പോൾ നീ കണ്ടോ, മലമുകളിലാണ് കപ്പലുണ്ടാക്കുന്നത്. എല്ലാ കപ്പലും കടലിലോ വെള്ളത്തിലോ ഒക്കെയാണ് സഞ്ചരിക്കുക, നിൻ്റേത് കരയിലൂടെയാണല്ലേ ഒഴുകുക എന്നൊക്കെ ചോദിച്ചിട്ട് ആ സമൂഹം മഹാനായ പ്രവാചകനെ കളിയാക്കുകയാണ്. നൂഹ് നബി അലൈഹി സ്വലാം അതൊന്നും കാര്യമാക്കിയില്ല, അതൊന്നും മുഖവിലക്കെടുത്തില്ല.
നൂഹ് നബി അലൈഹി സ്വലാമിന് ഒരു പേടിയുമില്ല, ഭയമില്ല, നിരാശയില്ല. പ്രവാചകന്മാർ എന്തൊരു പേടിക്കണം? എൻ്റെ അടുക്കൽ പ്രവാചകന്മാർ പേടിക്കുകയില്ല എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇന്നി ലാ യഖാഫു ലദയ്യൽ മുർസലൂൻ, സൂറത്തുൽ നൂറിൽ 10-ാമത്തെ ആയത്തിൽ. അള്ളാഹിൻ്റെ കാര്യത്തിൽ അള്ളാഹിൻ്റെ അടുക്ക് പ്രവാചകന്മാർക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല. നൂഹ് നബി അലൈഹി സ്വലാമിന് ഈ കളിയാക്കലുകളൊന്നും ലെവലേശം ഏശിയില്ല. ആയിരക്കണക്കിന് ആഭിചാര വിദഗ്ധരുടെ മുമ്പിൽ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വടിയിട്ടു. അത് പാമ്പായി മാറി, മറ്റുള്ള പാമ്പുകൾ വിഴുങ്ങി. മൂസാ നബി അലൈഹി സ്വലാം ജയിച്ചു കയറി. ഫിർഔനും കൂട്ടരും അമ്പെ പരാജയപ്പെട്ടു. ആ ഒരു പശ്ചാത്തലത്തിലാണ് അല്ലാഹു തആല ഇന്നി ലാ യഖാഫു ലദയ്യൽ മുർസലൂൻ എന്ന ആയത്ത് പറയുന്നത്. പ്രവാചകന്മാർക്ക് എനിക്ക് പേടി ഉണ്ടാവില്ല. അതുപോലെ തന്നെ തന്നെ കൊല്ലാൻ ഒരുങ്ങി വന്ന ഖുറൈശിന്റെ മുന്നിലേക്ക് ഒരു പിടി മണ്ണ് വാരി എറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല കൽപ്പിച്ചു. അവിടെ നിന്ന് അങ്ങനെ ചെയ്തു, രക്ഷപ്പെട്ടു. അള്ളാഹു പറഞ്ഞത് അതേപോലെ ചെയ്യാൻ പ്രവാചകന്മാർക്ക് അവരുടെ ബാധ്യതയുള്ളൂ. കപ്പലുണ്ടാക്കാൻ പറഞ്ഞു, നൂഹ് നബി കപ്പലുണ്ടാക്കുന്നു അലൈഹിസ്സലാം. വടി താഴെയിടാൻ പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാം താഴെ ഇട്ടത് പാമ്പായി മാറുന്നു, മറ്റുള്ള പാമ്പുകൾ വിഴുങ്ങുന്നു. ഒരു പിടി മണ്ണ് വാരി എറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തങ്ങളത് എറിയുന്നു, അവരുടെ കണ്ണുകളിലൊക്കെ പതിക്കുന്നു. അങ്ങനെ തങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിന് മാധ്യമങ്ങളുടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ടാക്കുന്ന അസ്ബാബുകളുടെ വലിപ്പച്ചെറുപ്പം ഒരു പ്രശ്നമേ അല്ല. അള്ളാഹു തആല പല സംഗതികളും നടത്താൻ കാരണങ്ങൾ, മാധ്യമങ്ങൾ, അസ്ബാബുകൾ ഉപയോഗിക്കും. അത് ചെറുതോ വലുതോ അതൊന്നും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമല്ല. ഏതായാലും ഇങ്ങനെയൊക്കെ കളിയാക്കിയപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞവരോട്, ഇന്ന് നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തോളൂ, സംഗതികൾ ആകെ തകിടമറിയാൻ പോവുകയാണ്. നാളെ നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് പരിഹസിക്കും. കടുത്ത ശിക്ഷക്കും നിന്ദ്യതക്കുമൊക്കെ ആരാണ് വിധേയരാവുക എന്ന് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അതാണ് മറുപടി പറയുന്നത്. ആ മറുപടിയാണ് ഇനിയുള്ള 38-ാമത്തെ ആയത്തിൽ ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയസ്നഉൽ ഫുൽക വകുല്ലമാ മറ അലൈഹി മലഉം മിൻ ഖൗമിഹി സഖിറൂ മിൻ قال إن تسخروا منا فإنا نسخر منكم كما تسخرون فسوف تعلمون من يأتيه عذاب يخزيه ويحل عليه عذاب مقيم. 38-ഉം 39-ഉം ആയത്തുകൾ. വയസ്നഉൽ ഫുൽക്, അങ്ങനെ മഹാനവർകൾ കപ്പൽ പണിതുകൊണ്ടിരുന്നു. ഫുൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ. വകുല്ലമാ മറ അലൈഹി, അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോഴെല്ലാം മലഉൻ, പ്രമുഖരായ ആളുകൾ, മിൻ ഖൗമിഹി തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഓരോ സംഘവും, ഓരോ പ്രമുഖരായ സംഘവും തങ്ങളുടെ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ സഖിറൂ മിൻഹു, അദ്ദേഹത്തെ അവർ പരിഹസിച്ചു കൊണ്ടിരുന്നു. സഖിറ എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക, കളിയാക്കുക. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം കപ്പൽ പണിയുകയാണ്. ആ പണിയുന്നതിൻ്റെ അടുത്തുകൂടെ ഓരോ വിഭാഗം ആളുകളും നടന്നു പോകുമ്പോൾ, ഓരോ സംഘവും നടന്നു പോകുമ്പോൾ സഖിറൂ മിൻഹു, അവർ പരിഹസിക്കും. ഖാല, അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം അവരോട് മറുപടി പറയും, ഇൻ തസ്ഖറൂ മിന്നാ, ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണെങ്കിൽ ഫഇന്നാ നസ്ഖറു മിൻകും, അതുപോലെ ഞങ്ങളും നിങ്ങളെ തിരിച്ചു പരിഹസിക്കും. കമാ തസ്ഖറൂൻ, നിങ്ങളിപ്പോൾ പരിഹസിക്കുന്നത് പോലെ. ഇപ്പം നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണെങ്കിൽ ഇതാ കാര്യങ്ങളൊക്കെ തകിടം പറയാൻ പോകുന്നു, ഞങ്ങൾ നിങ്ങളെ അങ്ങോട്ടും പരിഹസിക്കുന്നൊരു രംഗം വരും. ഫസൗഫ തഅലമൂന, അപ്പം നിങ്ങൾക്ക് പിന്നീട് അറിയാം. ഫസൗഫ തഅലമൂൻ, അങ്ങനെ പിന്നീട് നിങ്ങൾ അറിയും. മയ്യതീഹി, ആർക്കാണ് വരുന്നത് എന്ന്. അദാബുൻ, ശിക്ഷ. യുഖ്സീഹി, അവഹേളനാത്മകമായ വളരെ നിന്ദ്യമായ ശിക്ഷ ആർക്കാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് പിന്നീട് അറിയാം. വയഹല്ലു അലൈഹി, ആരുടെ മേലാണോ വന്നിറങ്ങുന്നത് എന്നും. അദാബും മുഖീം, വളരെ ശാശ്വതമായ ശിക്ഷാമുറകൾ ആരുടെ മേലിനാണ് വന്നിറങ്ങുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും. വയഹില്ലു അലൈഹി, വയഹില്ലു എന്ന് പറഞ്ഞാൽ ഹല്ല യഹില്ലു എന്ന് പറഞ്ഞാൽ വന്നിറങ്ങുക, വന്നെത്തുക. അദാബും മുഖീം, വളരെ ശാശ്വതമായ ശിക്ഷാമുറകൾ ആരിലാണ് വന്നിറങ്ങുന്നത്, യഹില്ലു എന്ന് പറഞ്ഞാൽ അർത്ഥം. മയതീഹി എന്ന് പറഞ്ഞാൽ ആർക്കാണ് വന്നെത്തുന്നത്. അപ്പോൾ നമുക്ക് കാണാം, ഇപ്പം ഞങ്ങളെ പരിഹസിച്ചോളൂ, നിങ്ങൾ അങ്ങോട്ട് പരിഹസിക്കുന്നൊരവസരം വരാനുണ്ട് എന്നർത്ഥം. 40-ാമത്തെ ആയത്ത് നോക്കൂ. ഇനി ആ ശിക്ഷ വരികയാണ്. മഹാപ്രളയം, തൂഫാൻ, ഘോരമായ മഴ തുടങ്ങി. എല്ലായിടത്തും കനത്ത മഴ. ഭൂമിയിൽ ഉറവകൾ പൊട്ടിയൊലിച്ചു. അടുപ്പുകളിൽ നിന്നുവരെ ജലപ്രവാഹമുണ്ടായി. അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു,
സമുദായത്തിലും കുടുംബത്തിലും നിന്ന് സത്യവിശ്വാസികളായവരെയും നൂഹ് നബിയെ അങ്ങ് കപ്പലിൽ കയറ്റുക. അതുപോലെ തന്നെ വംശ സുരക്ഷിതത്വത്തിന് വേണ്ടി മുഴുവൻ ജന്തുജാലങ്ങളിലെയും ഓരോ വർഗത്തിൽ നിന്നും ഒരു ആൺ പെൺ എന്നിങ്ങനെ ഓരോ ജോഡിയെയും അങ്ങ് കപ്പലിൽ കയറ്റുക അങ്ങനെ നിർദ്ദേശം വന്നു. മഴ ഇങ്ങനെ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഉറവ് പൊട്ടിയൊലിക്കുകയാണ്. വളരെ വേഗം ജലനിരപ്പ് ഉയർന്നു. അങ്ങനെ ആ വെള്ളത്തിൻ്റെ നിരപ്പ് ഉയർന്ന് കപ്പലിൻ്റെ അടുത്തെത്തി. അങ്ങനെ കപ്പലിന് സഞ്ചരിക്കാൻ ഒരുങ്ങുകയാണ്. കപ്പലിൻ്റെ ചലനവും പുറപ്പാടും നിൽക്കലുമൊക്കെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിനും ഉദ്ദേശമനുസരിച്ചുമായിരിക്കുമെന്ന് നൂഹ് നബി അലൈഹി സ്വലാം കൂടെയുള്ള യാത്രക്കാരെ അറിയിക്കുകയാണ്. 40-ാമത്തെ ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹത്താ ഇദാ ജാഅ അംറുനാ വഫാറത്തൻ നൂർ ഖുൽ നഹ്മിൽ ഫീഹാ മിൻ കുല്ലിൻ സൗജൈനി ഇത്നൈനി വഅഹ്ലക ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു വമൻ ആമൻ വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ. ആയത്തിൻ്റെ അർത്ഥം നോക്കൂ. ഹത്ത അങ്ങനെ ഇദാ ജാഅ അംറുന നമ്മുടെ ഉത്തരവ് വന്നെത്തുകയും വഫാറത്തന്നൂറു അടുപ്പിൽ നിന്നുവരെ ഉറവ പൊട്ടി ഒലിക്കുകയും ചെയ്തപ്പോൾ ഖുൽന നാം പറഞ്ഞു, നൂഹ് നബി അലൈഹി സ്വലാമിനോട് നാം പറഞ്ഞു, ഇഹ്മിൽ ഫീഹ ആ കപ്പലിൽ താങ്കൾ കയറ്റിക്കൊള്ളുക മിൻ കുല്ലിൻ എല്ലാ ജീവിവർഗങ്ങളിൽ നിന്നും സൗജൈനി ഇത്നൈനി 2 ഇണകളെ വീതം. പിന്നാരെയും വഅഹ്ലക അങ്ങയുടെ കുടുംബാംഗങ്ങളെയും കയറ്റിക്കൊള്ളുക. ആരെ ഒഴികെ? ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു ശിക്ഷയുടെ വചനം മുൻകടന്നവരൊഴികെയുള്ള താങ്കളുടെ കുടുംബാംഗങ്ങളെയും താങ്കൾ കയറ്റിക്കൊള്ളുക. ശിക്ഷയുടെ വചനം മുൻകടക്കുക എന്ന് പറഞ്ഞാൽ ഈ വരുന്ന മഹാപ്രളയമെന്ന ശിക്ഷയിൽ മുങ്ങി മരിക്കും എന്ന് അല്ലാഹു തആല നേരത്തെ തീരുമാനിച്ച ആളുകളുണ്ട്. അത് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാം മകനുണ്ട്, ഭാര്യയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അത് പറയുന്നുണ്ട് അതിന് ശേഷം. അപ്പോൾ അതാ പറയുന്നത്, അങ്ങനത്തെ ആളുകൾ ഒഴികെയുള്ള അങ്ങയുടെ കുടുംബാംഗങ്ങളെയും കയറ്റിക്കൊള്ളുക. പിന്നാരെയും ഒമൻ ആമന സത്യവിശ്വാസം സ്വീകരിച്ചവരെയും കയറ്റിക്കൊള്ളുക. എന്നിട്ട് പറയാണ് വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ വളരെ കുറച്ചു പേർ മാത്രമേ മഹാനവറുകളിൽ വിശ്വസിച്ചിരുന്നുള്ളൂ. അപ്പോൾ 3 വിഭാഗം ആളുകളെയാണ് ഇവിടെ കയറ്റാൻ വേണ്ടി പറയുന്നത് അല്ലേ. എല്ലാ ജീവിവർഗങ്ങളിൽ നിന്നും 2 ഇണകളെയും പിന്നെ സ്വന്തം കുടുംബാംഗങ്ങളെയും. ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു ശിക്ഷ വരും, ശിക്ഷയെ ബാധിക്കും, ശിക്ഷയുടെ വചനം പിന്നെ ഉറപ്പായി കഴിഞ്ഞ ആളുകൾ ഒഴികെ ശിക്ഷയുടെ വചനം മുൻകടന്ന ആളുകൾ ഒഴികെ. അപ്പോൾ അത്തരം ആളുകളുള്ള കുടുംബക്കാരും പിന്നെ മുഅ്മിനീങ്ങളായ ആളുകളും. ഹത്താ ഇദാ ജാഅ അംറുനാ നമ്മുടെ കൽപ്പന വന്നു എന്ന് വെച്ചാൽ അവരെ ശിക്ഷിക്കുന്നത് സംബന്ധിച്ച് നമ്മുടെ കൽപ്പന വന്നു. അതായത് നൂഹ് നബി അലൈഹി സ്വലാം കപ്പലിൻ്റെ നിർമ്മാണ ജോലി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ആ പ്രളയത്തിൻ്റെ ആരംഭമായി എന്നർത്ഥം. വഫാറത്തന്നൂർ അടുപ്പ് തിളച്ചു മറിഞ്ഞു എന്നാണ് ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം. ഫാറ എന്ന് പറഞ്ഞാൽ തിളച്ചു മറിഞ്ഞു. അത് പല രൂപത്തിൽ അതിന് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. തെന്നൂർ എന്ന് പറഞ്ഞാൽ അടുപ്പ് എന്നർത്ഥമുണ്ട്. ഈ റൊട്ടിയൊക്കെ ചുടാനുള്ള അപ്പക്കൂട് എന്നൊക്കെ അർത്ഥമുണ്ട്. ഇതാണ് അധികം ആളുകളും അതിന് നൽകിയിട്ടുള്ള അർത്ഥം. അടുപ്പ് ഉറവ് പൊട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രബലമായ വ്യാഖ്യാനം ബാഹ്യമായ അർത്ഥം തന്നെയാണ്. അതായത് അടുപ്പിൽ നിന്ന് ഉറവകൾ പൊട്ടി ഒലിച്ചു എന്നാണ് ഉദ്ദേശം. അങ്ങനെയാണ് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറയുന്നതാണ് ഏറ്റവും ശരിയായ വ്യാഖ്യാനം എന്ന്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി തരാനാണ്. അടുപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം തീരെ ഇല്ലാത്ത ഒരു ഏരിയയാണ്. ഇല്ല, അടുപ്പിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ അടുപ്പ് കെടൂലേ, അടുപ്പിന് തീ കത്തൂലല്ലോ. അപ്പോൾ വെള്ളത്തിൻ്റെ സാന്നിധ്യവും സാധ്യതയും തീരെ ഇല്ലാത്ത സ്ഥലമാണ് അടുപ്പ്. അവിടെ നിന്നു തന്നെ വെള്ളം പൊട്ടി ഒലിക്കാൻ തുടങ്ങുക എന്നത് ഒരു അസാധാരണ സംഭവവും ദൃഷ്ടാന്തവുമാണ്. ഈ വരാൻ പോകുന്ന തൂഫാനിൻ്റെ ഭീകരത വിളിച്ചറിയിക്കുന്നതുമാണ്. അതാണ് അല്ലാഹു തആല ആ പദം പ്രയോഗിച്ചതിൻ്റെ ഉദ്ദേശം. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അതായത് തീ ഉണ്ടാകേണ്ട അടുപ്പുകളിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകി മറിഞ്ഞ് ഭൂമിയിലാകെ ഉറവ് പടിഞ്ഞുകൊണ്ടിരുന്നു എന്നർത്ഥം. മുൻഗാമികളും പിൽക്കാല പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും ഈ ഫാറത്തന്നൂർ എന്നതിന് വ്യാഖ്യാനം കൊടുത്തത് ഇങ്ങനെയാണ്. വേറെയും ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ഇവിടെയുണ്ട്. അടുപ്പുകളിൽ നിന്ന് മാത്രം ഉറവോൽ ഒലിച്ചു എന്നല്ല ഇവിടെ പറഞ്ഞത്. അടുപ്പുകളിൽ നിന്നും ഒലിച്ചിട്ടുണ്ട്, വേറെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒലിച്ചിട്ടുണ്ട്. കാരണം വ്യാപകമായി വെള്ളത്തിൻ്റെ വരവുണ്ടായി, വെള്ളത്തിൻ്റെ ഉറവ പല സ്ഥലങ്ങളിലും പൊട്ടി എന്ന് ഖുർആനിൽ തന്നെയുണ്ട്. സൂറത്തുൽ ഖമറിൽ
11-12 ആയത്തിൽ അല്ലാഹു തആല വിഷയം പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ വഫജ്ജർനൽ അർദ ഉയൂന. ഭൂമി പിളർന്ന് പുഴകളാവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉറവ് പൊട്ടിയെന്നർത്ഥം. ഈ ഒരു കപ്പൽ ഇത് സംബന്ധിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പല വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട്. 2 വർഷത്തിനുള്ളിലാണ് കപ്പലിൻ്റെ പണി പൂർത്തീകരിച്ചത്. 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരുന്നു. തേക്ക് കൊണ്ടാണ് നിർമ്മിച്ചത്. 3 നിലകളുണ്ടായിരുന്നു. ഇതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാറ്റിൽ നിന്നും ഈ 2 ഇണകൾ കയറ്റുക എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികളിൽ നിന്നും ആണും പെണ്ണുമായി 2 എണ്ണം. ഇതാണ് പ്രധാനപ്പെട്ട വ്യാഖ്യാനം. വേറെയും ചില വ്യാഖ്യാനങ്ങൾ ഉണ്ട്. എല്ലാ ജീവികളിൽ നിന്നും 2 വീതം, ഒരാണും ഒരു പെണ്ണും. പിന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സ്വന്തം കുടുംബവും അവരെയും കപ്പലിൽ കയറ്റണം. പക്ഷേ ആരൊഴികെ? ആ കുടുംബത്തിൽ നിന്ന് ചില ആളുകൾ ഒഴിവാണ്. അതാരൊക്കെയാണ് ഇനി പറയുന്നുണ്ട്. ഓക്കെ, അതായത് സിറ്റയുടെ വചനം മുൻകടന്നവർ. അതാരാണെന്ന് ശേഷം വരുന്ന നേരത്തെ മനസ്സിലാവും. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനടക്കമുള്ള ആളുകൾ. അപ്പോൾ പിന്നെ സത്യവിശ്വാസികളായ ആളുകൾ, ഇവരൊക്കെയാണ് ഇപ്പോൾ കപ്പലിൽ കയറാൻ അനുവാദം നൽകപ്പെട്ട ആളുകൾ. മഹാനവറുകളുടെ ഒരു മകൻ ഒഴിവാണ് എന്ന് ഇനിയുള്ള ആയത്തിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ഭാര്യയും ഒഴിവായിരുന്നു എന്നും ഇനിയുള്ള ആയത്തിൽ പറയുന്നുണ്ട്. ഇനിയുള്ള ആയത്തിൽ ഭാര്യയുടെ വിഷയം പറയുന്നത് സൂറത്തു തഹരീം 10-ാമത്തെ ആയത്തിലാണ്. അടുത്ത ആയത്തിൽ മകനെക്കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തു തഹരീമിലെ 10-ാമത്തെ ആയത്തിൽ ഭാര്യയും ഈ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒഴിവായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. സൂറത്ത് തഹരീമിലെ 10-ാമത്തെ ആയത്താണ്. അവിടെ പിന്നെ സത്യനിഷേധികൾക്ക് ഉദാഹരണം പറഞ്ഞതാണ് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ. അപ്പോൾ ആ ഭാര്യയും ഇവിടെ കപ്പലിൽ കയറാൻ അനുവദിക്കപ്പെട്ടിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. കാരണം അവർ സത്യനിഷേധികളുടെ പക്ഷത്തായിരുന്നു. അവിശ്വാസികളിൽപ്പെട്ട ആരെയും കപ്പലിൽ കയറ്റിയിട്ടില്ല. ഇല്ലാമൻ സബഖ അലൈഹിൽ ഖൗലു എന്ന് പറഞ്ഞിരുന്നത് വ്യക്തമാണ്. പിന്നെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ വിശ്വസിച്ചവർ വളരെ കുറഞ്ഞ ആളുകൾ, ഇല്ലാ ഖലീൽ. അധികം മുഫസ്സിരീങ്ങളും പറയുന്നത് 80 ആളുകൾ എന്നാണ്. ആ വിശ്വസിച്ച ആളുകളെക്കുറിച്ച് പറയുന്ന പരമാവധി സംഖ്യ, അഭിപ്രായത്തിലെ പരമാവധി സംഖ്യ 80 എന്നാണ്. മാക്സിമം 80 പേരേ ഉള്ളൂ എന്നർത്ഥം. ഇറാഖിലെ മോസൂൾ നഗരത്തിനടുത്ത് സമാനീൻ എന്ന് പേരുള്ളൊരു ഗ്രാമമുണ്ട്. അത്ര സമാനീൻ കപ്പലിൽ നിന്ന് ഇറങ്ങിയ ആളുകൾ പണിതതാണ് ഈ ഒരു പട്ടണം, സമാനീൻ എന്ന പേരുള്ള പട്ടണം. അതുകൊണ്ടാണ് ആ പട്ടണത്തിന് സമാനീൻ എന്ന് പേര് കിട്ടിയത്. കാരണം സമാനൂൻ എന്ന അറബി പറഞ്ഞാൽ 80 എന്നാണ് അർത്ഥം. അപ്പോൾ കപ്പലിൽ നിന്ന് ഇറങ്ങിയ 80 ആളുകൾ പണിത നഗരം. അങ്ങനെയാണ് ആ നഗരത്തിന് ആ പേര് കിട്ടിയത് എന്ന് ഇമാം മുഖാത്തിൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അത് ഉദ്ധരിക്കുന്നുമുണ്ട്. ആകട്ടെ, ഇനി നമുക്ക് 41-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ആ മഹാദുരന്തം ഇതാ മുന്നിലെത്തിയിരിക്കുകയാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാം അനുയായികളോടും അനുമതി നൽകപ്പെട്ട ആളുകളോടും കപ്പലിൽ കയറാൻ നിർദ്ദേശിച്ചു. സുപ്രധാനമായൊരു കാര്യം കൂടെ ഉണർത്തി. ഈ കപ്പൽ രക്ഷയുടെ ഒരു അനിവാര്യ മാധ്യമമൊന്നുമല്ല, മറിച്ച് സർവശക്തനായ അള്ളാഹുവാണ് രക്ഷകൻ. ഈ കപ്പലിൽ കയറി എന്നതുകൊണ്ടല്ല രക്ഷപ്പെടുന്നത്, അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ്. അള്ളാഹുവാണ് ശരിയായ രക്ഷകൻ, അവനാണ് വിമോചകൻ. കപ്പൽ എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു മാധ്യമം മാത്രമാണ്, ഒരു സബബ് മാത്രമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും അനുയായികളെയും ചെങ്കടലിലൂടെ രക്ഷപ്പെടുത്തി അക്കരക്കെത്തിച്ചതിന് വേറൊരു മാധ്യമമാണ് അല്ലാഹു തആല ഉപയോഗപ്പെടുത്തിയത്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മറ്റൊരു മാധ്യമം വഴിയാണ്. അപ്പം മാധ്യമങ്ങൾ ചെറുതോ വലുതോ എന്നതും അള്ളാഹുവിന് പ്രശ്നമല്ല. ശരിയായ രക്ഷകൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും ബോധവുമാണ് നിങ്ങൾക്ക് എപ്പോഴും ആവശ്യം. നൂഹ് നബി അലൈഹി ഇസ്ലാം തൻ്റെ ജനതയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ കപ്പൽ ചലിപ്പിക്കുന്നത് അള്ളാഹുവാണ്, അത് നിർത്തുന്നതും അവൻ തന്നെയാണ്. കപ്പലുകൾ ചിലപ്പോൾ തകർന്ന് യാത്രക്കാർ മുങ്ങി മരിച്ചേക്കാം. അത് സംഭവിക്കുന്നതും അള്ളാഹുവിൻ്റെ ഉദ്ദേശാനുസൃതം മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടായിരിക്കണമെന്നാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം ഇനിയുള്ള ആയത്തിലൂടെ തൻ്റെ ഖൗമിനെ ഉത്ബോധിപ്പിക്കുന്നത്. 41-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാല ഇർകബൂ ഫീഹാ ബിസ്മില്ലാഹി മജ്റാഹാ വമുർസാഹാ ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം. വഖാല
നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇർക്കബു, നിങ്ങൾ കയറിക്കൊള്ളൂ, ഫീഹ, ആ കപ്പലിൽ, നിങ്ങൾ ആ കപ്പലിൽ കയറിക്കൊള്ളൂ. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ പേരിലാണ്, മജ്രേഹ, ആ കപ്പലിൻ്റെ സഞ്ചാരം, വമുർസാഹ, ആ കപ്പലിൻ്റെ നങ്കൂരമിടലും. ആ കപ്പൽ ചലിക്കുന്നതും നിൽക്കുന്നതും അള്ളാഹുവിൻ്റെ പേരിലാകുന്നു. മുർസാഹ എന്ന് പറഞ്ഞാൽ ആ കപ്പൽ നങ്കൂരമിടുന്നത്, നിൽക്കുന്നത്. മജ്രേഹ എന്ന് പറഞ്ഞാൽ അത് ഓടുന്നത്. ഇന്ന റബ്ബി, നിശ്ചയമായും എൻ്റെ റബ്ബ്, ലഗഫൂറുൻ, നന്നായി പുറത്തു തരുന്നവനാണ്, റഹീമുൻ, വളരെ കാരുണ്യം ചെയ്യുന്നവനാണ്. നിങ്ങൾ കയറിക്കോളൂ, അള്ളാഹു തആല മഗ്ഫിറത്ത് ചെയ്യും, അള്ളാഹു തആല നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും, നിങ്ങൾ കപ്പലിൽ കയറിക്കോളൂ എന്ന് പറയുകയാണ്. ഇവിടെ ഖിറാഅത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ബിസ്മില്ലാഹി മജ്രേഹ, രേ എന്നാണ് പറയേണ്ടത്, മജ്റാഹ എന്നല്ല, മജ്രാഹ എന്നല്ല, മജ്രേ. അവിടെ ഇമാലത്ത് എന്ന് പറയും തജ്വീദിൻ്റെ നിയമപ്രകാരം, ഒന്ന് ചെരിച്ചു പറയണം. അലിഫിൻ്റെയും യാഇൻ്റെയും ഇടയിലുള്ളൊരു വശത്തേക്ക് ഇങ്ങനെ ചെരിച്ചു പറയുക. ബിസ്മില്ലാഹി മജ്രേഹ. നൂഹ് നബി അലൈഹി സ്വലാം ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാൽ ആ കപ്പൽ, ബിസ്മില്ലാഹി മജ്രേഹ എന്ന് പറഞ്ഞാൽ ആ കപ്പൽ ഓടാൻ തുടങ്ങും. ബിസ്മില്ലാഹി മുർസാഹ എന്ന് പറഞ്ഞാൽ ആ കപ്പൽ നിൽക്കും. ഇങ്ങനെയായിരുന്നു എന്ന് മഹാനായ ഇമാം ലഹാഖ് എന്നവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ ഇങ്ങനെയുണ്ട്, മുങ്ങിയുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അവർ കപ്പലിലൊക്കെ കയറിയാൽ ഈ പറയുന്ന ചില ആയത്തുകൾ ഓതിയാൽ മതി എന്നൊരു ഹദീസിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർദു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമത്തി വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ബിസ്മില്ലാഹി മജ്രേഹ വമുർസാഹ ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം. ഈ ആയത്തുകൾ ഓതുക. നേരത്തെ നമ്മൾ ഓതിയ വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി എന്ന ആയത്ത് സൂറത്തു സുമറിലെ 67-ാമത്തെ ആയത്താണ്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയിട്ട് സൂറത്തു സുമറിലെ 67-ാമത്തെ ആയത്തും ഇപ്പം നമ്മൾ പഠിച്ച ബിസ്മില്ലാഹി മജ്രേഹ എന്ന ആയത്തും ഓതുക. ഇത് മുങ്ങിയുള്ള മരണങ്ങളിൽ നിന്ന് കാവലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകട്ടെ. അതേപോലെ ഇപ്പോൾ പഠിച്ച ആയത്തിൽ നിന്ന് നമുക്കൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. ഏതു നല്ല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ പേര് പറയണം എന്നൊരു പാഠം കൂടെ മനസ്സിലാക്കണമെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകട്ടെ, നമ്മൾ 42-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ വെള്ളം പൊങ്ങി വരികയാണ്. വീടുകളും കെട്ടിടങ്ങളും മരങ്ങളുമൊക്കെ മുങ്ങി, കുന്നുകളും മലകളും വെള്ളത്തിനടിയിലായി കൊണ്ടിരിക്കുകയാണ്. കുന്നിന് പുറത്ത് റെഡിയായി നിന്നിരുന്ന കപ്പൽ ഇപ്പോൾ വെള്ളത്തിലൂടെ ചലിക്കുകയാണ്. ശക്തമായ കാറ്റടിക്കുന്നുണ്ട്. അതിനനുസരിച്ച് തിരമാലകൾക്ക് കനവും ശക്തിയും ഉയരവും കൂടുന്നുണ്ട്. കനത്ത മഴയാണ്, ശക്തമായ കൊടുങ്കാറ്റാണ്. പർവ്വതങ്ങൾ പോലെയുള്ള ആഞ്ഞടിക്കുന്ന തിരമാലകൾ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തിരമാലകൾക്കിടയിലൂടെ കപ്പലങ്ങനെ ആടിയുലഞ്ഞ് നീങ്ങുകയാണ്. നൂഹ് നബി അലൈഹി സ്വലാമും കൂടെയുള്ള അനുയായികളെ സമാശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കപ്പൽ പടുകൂറ്റൻ തിരമാലകളുമായി ഏറ്റുമുട്ടി മുന്നോട്ട് നീങ്ങുന്നു. സത്യനിഷേധികൾ ഓരോരുത്തരായി മുങ്ങിമരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിലാണ് നൂഹ് നബി അലൈഹി സ്വലാം സ്വന്തം മകനെ കുറച്ചു ദൂരെ, കൻആൻ എന്ന സ്വന്തം മകനെ കാണുന്നത്. ശരിക്കും സംഹാര താണ്ഡവമാടുന്ന തൂഫാൻ, ആ തൂഫാനിൽ തൻ്റെ മകനും പെട്ടുപോകുമല്ലോ എന്ന് നൂഹ് നബി അലൈഹി സ്വലാം ആലോചിക്കുകയാണ്. പെട്ടെന്ന് ഒരു പിതൃസ്നേഹം ആ പ്രവാചകൻ്റെ ഉള്ളിൽ നിന്ന് ഉടലെടുക്കുകയാണ്. ഈ അവസാന ഘട്ടത്തിലെങ്കിലും സത്യമതത്തിലേക്കുള്ള തൻ്റെ വിളി ആ മകൻ സ്വീകരിക്കുമെന്ന പ്രത്യാശയിൽ നൂഹ് നബി അലൈഹി സ്വലാം മകനെ വിളിച്ചു. മകനെ, നീ വാ, വിശ്വാസം സ്വീകരിച്ച് ഞങ്ങളോടൊന്ന് ചെന്ന് കപ്പലിൽ കയറ്, സത്യനിഷേധികളോടൊപ്പം നീ ആയിപ്പോകരുത് എന്നൊക്കെയുള്ള സ്നേഹത്തോടു കൂടി നൂഹ് നബി അലൈഹി സ്വലാം വിളിച്ചു പറഞ്ഞു നോക്കി. പുത്രവാത്സല്യം എന്നത് സ്വാഭാവികമാണ്. ആ കൻആൻ എന്ന മകൻ കുഫ്ർ ഉപേക്ഷിച്ച് ഇസ്ലാം സ്വീകരിച്ച് ഞങ്ങളെ കൂടെ കപ്പലിൽ കയറും എന്ന ഒരു പ്രതീക്ഷയിലാണ് മഹാനവറുകൾ ആ മകനെ വിളിക്കുന്നത്. അതാണ് ഇനി 42-ാമത്തെ ആയത്തിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഹിയ തജ്രി ബിഹിം ഫീ മൗജിൻ കൽജിബാലി വനാദാ നൂഹ് ഇബ്നഹു വകാന ഫീ മഅ്സിലി യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. വഹിയ, ആ കപ്പൽ, തജ്രി ബിഹിം, അവരെ കൊണ്ട് സഞ്ചരിക്കുകയാണ്, ഫീ മൗജിൻ, തിരമാലകളിലൂടെ, കൽജിബാലി, മലകൾ പോലെയുള്ള
പർവ്വതങ്ങൾ പോലെയുള്ള തിരമാലകളിലൂടെ ആ കപ്പൽ അവരെയും കൊണ്ടിങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് വനാദ നൂഹ് നബി അലൈഹി സ്വലാം വിളിച്ചു, നൂഹ് നബി അലൈഹി സ്വലാം വിളിച്ചു ഇബ്നഹു, തൻ്റെ മകനെ, കൻആൻ എന്ന പേരുള്ള തൻ്റെ മകനെ വിളിച്ചു. അവൻ എവിടെയായിരുന്നു? വക്കാന ഫീ മഅ്സിലിൻ, അവൻ കപ്പലിൽ നിന്ന് അകലെ ഒരിടത്തായിരുന്നു. മഅ്സിൽ എന്ന് പറഞ്ഞാൽ ദൂരെ ഒരിടം. വക്കാന, ആ മകനായിരുന്നു, ഫീ മഅ്സിലിൻ, ദൂരെ ഒരിടത്തായിരുന്നു അവൻ, ദൂരെ ഒരു സ്ഥലത്തായിരുന്നു. എന്താ വിളിച്ചത്? യാ ബുനയ്യ, അല്ലയോ മോനെ, കുഞ്ഞുമോനെ, ഇർകബ് മഅന, ഞങ്ങളെ കൂടെ വാ, ഞങ്ങളെ കൂടെ കപ്പലിൽ കയറ്. വലാ തകും മഅൽ കാഫിരീൻ, നീ സത്യനിഷേധികളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ഇതാണ്, ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്. സത്യവിശ്വാസം സ്വീകരിച്ച് കപ്പലിൽ കയറാനാണ് നൂഹ് നബി അലൈഹി സ്വലാം ആവശ്യപ്പെട്ടത്. പക്ഷേ ആ മകൻ അനുസരിച്ചില്ല. അപ്പോഴും അഹങ്കാരം കാണിച്ചു. കൂറ്റം തിരമാലകൾ അവർക്കിടയിൽ മറയിട്ടു, അയാൾ മുങ്ങിച്ചെത്തു. 43-ാമത്തെ ആയത്തിൽ ആ വിഷയമാണ് പറയുന്നത്. പിതാവിൻ്റെ ആ വിളിക്ക് ആ മകൻ കൊടുത്ത മറുപടിയാണ് 43-ാമത്തെ ആയത്തിൽ. ഇങ്ങനെയൊക്കെ സ്നേഹത്തോടെ വിളിച്ചിട്ടും കാര്യഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും അയാൾക്ക് മനംമാറ്റമുണ്ടായില്ല. അവൻ പറഞ്ഞു, വെള്ളം പൊങ്ങിയെത്താത്ത ഉയർന്ന വല്ല മലയിലും കയറി ഞാൻ രക്ഷപ്പെട്ടോളാം. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം ആ മകന് വീണ്ടും ആ ഭയാനകമായ ദിവസത്തിൻ്റെ ശരിക്കുള്ള കാഠിന്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. തൻ്റെ മോൻ അങ്ങനെ പറയാൻ കാരണം ഇന്നത്തെ ദിവസത്തിൻ്റെ കാഠിന്യം അവന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണെന്ന് ബോധ്യപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാം അത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മോനെ, ഇന്നത്തെ ദിവസം, ആ ദിവസത്തിൻ്റെ ഭീകരതയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല, അല്ലാഹു തആല റഹ്മത്ത് ചെയ്ത ആളുകൾക്കൊഴികെ. അതുകൊണ്ട് നീ ഞങ്ങളെ കൂടെ വാ, സത്യവിശ്വാസം സ്വീകരിച്ചെന്ന് വിളിക്കുകയാണ്. പക്ഷേ അവനത് കേട്ടില്ല. തിരമാലകൾ ആരെയും കാത്തു നിൽക്കുകയും ചെയ്തില്ല. അവിശ്വാസിയായ കൻആൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ് ചെയ്തത്. അള്ളാഹുവിൻ്റെ നിയമത്തിന് മുമ്പിൽ അടിമകളെല്ലാം സമന്മാരാണ്. അതിൽ പ്രവാചകന്റെ പുത്രനായി എന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെടാനൊന്നും കഴിയില്ലല്ലോ. 43-ാമത്തെ ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാഅ് ഖാല ലാ ആസിമ അൽ-യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിം വഹാല ബൈനഹുമുൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ. ഖാല, ആ മകൻ പറഞ്ഞു, മറുപടി പറഞ്ഞു, സആവി, ഞാൻ അഭയം തേടുന്നതാണ്, ഇലാ ജബലിൻ, ഒരു പർവ്വതത്തിലേക്ക്, ഒരു മലയിൽ ഞാൻ അഭയം തേടാം. യഅസിമുനി മിനൽ മാഇ, ജലപ്രളയത്തിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന, പ്രളയത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്ന ഒരു മലയിൽ ഞാൻ അഭയം തേടാം. ഞാൻ അങ്ങോട്ട് പോയിക്കോളാം, ഏതെങ്കിലും മലയുടെ കുന്നിൻ്റെ പുറത്തേക്ക് പോയി നിന്നോളാം. ഖാല, നൂഹ് നബി അലൈഹി സ്വലാം മറുപടി പറഞ്ഞു, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിം. അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന് സംരക്ഷണം തരുന്ന ഒരാളും ഇന്നുണ്ടാവില്ല മകനെ, ഇല്ലാ മൻ റഹിമ, അള്ളാഹു കരുണ ചെയ്തവരൊഴികെ. ലാ ആസിമ, സംരക്ഷണം തരുന്ന ആരുമില്ല, അൽ യൗമ, ഇന്ന്, മിൻ അംരില്ലാഹി, അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന ആരും ഉണ്ടാവില്ല, ഇല്ലാ മൻ റഹിം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വിധേയരായവരൊഴികെ അവർക്ക് രക്ഷപ്പെടാം. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വാ. പക്ഷെ അവൻ കേട്ടില്ല. വഹാല ബൈനഹുമുൽ മൗജ്, അവർക്കിടയിൽ തിരമാല മറയിട്ടു. വഹാല, മറയിട്ടു, ബൈനഹുമ, അവർ രണ്ടുപേർക്കും ഇടയിൽ അൽ മൗജു, തിരമാല. അങ്ങനെ ഫകാന മിനൽ മുഗ്റഖീൻ, അവൻ മുങ്ങി മരിച്ചവരെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്തു. 44-ാമത്തെ ആയത്ത് നോക്കാം. ഇനി ഈ മഹാപ്രളയം അവസാനിക്കാൻ പോവുകയാണ്. ധിക്കാരി വർഗത്തെ നശിപ്പിക്കാനുള്ള അള്ളാഹുവിൻ്റെ തീരുമാനം നടപ്പിൽ വന്നപ്പോൾ അള്ളാഹു തആല ആകാശത്തോട് മഴ നിർത്താൻ പറഞ്ഞു, ഭൂമിയോട് ഉറവ നിർത്താനും കൽപ്പന കൊടുത്തു. തൂഫാൻ പിൻവലിക്കാനുള്ള രാജകീയമായ ഉത്തരവ് അള്ളാഹു നൽകുകയാണ്. ഭൂമിയെ നീ ജലം അത്രയും ഉള്ളിലേക്ക് തന്നെ വലിച്ചെടുക്കൂ, ആകാശമേ നീ മഴ നിർത്തൂ. ഇതാണ് ആ ഉത്തരവ്. ഇതോടെ കുത്തിച്ചൊരിഞ്ഞിരുന്ന പേമാരി നിലച്ചു. ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പൊട്ടിയൊലിച്ചിരുന്ന ഉറവകളത്രയും നിന്നുപോയി. വെള്ളം വറ്റി, ഭൂതലം ഉണങ്ങി വരണ്ടു. വെള്ളം വാർന്നു, കപ്പൽ ജൂതിമറയിൽ ചെന്ന് നിൽക്കുകയും ചെയ്തു. ഇതാണ് 44-ാമത്തെ ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقيل يا أرض ابلعي ماءك ويا سماء أقلعي وغيض الماء وقضي الأمر واستوت على الجود وقيل بعدا للقوم الظالمين. وقيل, കൽപ്പനയുണ്ടായി, പറയപ്പെട്ടു, ഉത്തരവ് നൽകപ്പെട്ടു. എന്താണ് ഉത്തരവ്? യാ അർദ്, അല്ലയോ ഭൂമി, ഇബ്ലഈ, നീ വിഴുങ്ങൂ,
മാ അക്കി നിന്റെ വെള്ളം അത്രയും വിഴുങ്ങൂ. വയാ സമാ ഔ അല്ലയോ ആകാശമേ അഖ്ലിഇ പേമാരി നിർത്തൂ. അഖ്ലിഇ കുത്തിച്ചെറിയുന്ന പേമാരി മഴ നിർത്തൂ. ഭൂമിയോട് വെള്ളം വിഴുങ്ങാനും ആകാശത്തോട് മഴ നിർത്താനും പറഞ്ഞു അല്ലാഹു തആല. അഖ്ലി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പേമാരി നീ നിർത്തൂ. അങ്ങനെ വഗയദൽ മാ ഈ കൽപ്പന കിട്ടേണ്ട താമസം വഗയദൽ മാ വെള്ളം വറ്റിപ്പോയി. വഖുദിയൽ അംർ അള്ളാഹുവിൻ്റെ കൽപ്പന സാക്ഷാത്കൃതമായി. വസ്തവത് ആ കപ്പൽ ഉറച്ചു നിന്നു അലൽ ജൂദി ജൂദി പർവ്വത മുകളിൽ. കപ്പൽ ജൂദി പർവ്വതത്തിന് മുകളിൽ ശരിക്ക് അവിടെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. കാരണം അവിടെ നങ്കൂരം മുട്ടുന്നിട്ട് അവിടെ ഉറച്ചു നിന്നു. വെള്ളമൊക്കെ പറ്റിയില്ല, പിന്നെ അവിടെ ഉറച്ചു നിന്നു. വഖീല ഇങ്ങനെ വിളംബരം ചെയ്യപ്പെടുകയും ചെയ്തു ബുഅദല്ലിൽ ഖൗമിൽ ളാലിമീൻ അക്രമികളായ ജനത്തിന് മഹാനാശം എന്ന് വിളംബരം ചെയ്യപ്പെടുകയും ചെയ്തു. അക്രമികളായ ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞല്ലോ, അവരെക്കുറിച്ച് പറയണം. അത്തരം ആളുകൾക്ക് മഹാനാശം എന്ന് ഒരു വിളംബരം നടത്തപ്പെടുകയും ചെയ്തു. ഇങ്ങനെയാണ് പ്രളയം അവസാനിച്ചത്. 6 മാസമാണ് കപ്പൽ ജലനിരപ്പിലുണ്ടായിരുന്നത് എന്ന് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചതായി കാണാം. 6 മാസമാണ് കപ്പൽ ഓടിക്കൊണ്ടിരുന്നത്. റജബ് 10 മുതൽ മുഹറം 10 വരെ. ഖുദിയൽ അംറു എന്ന് പറഞ്ഞാൽ ഉദ്ദിഷ്ടകാര്യം നടത്തപ്പെട്ടു, അള്ളാഹുവിൻ്റെ തീരുമാനം നടത്തപ്പെട്ടു സാക്ഷാത്കൃതമായി എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനതയിൽ ധിക്കാരികളായ സത്യനിഷേധികളായ ആളുകൾ അത്രയും നശിപ്പിക്കപ്പെട്ടു എന്നർത്ഥം. അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നത് ആ അംറ് അവിടെ നടപ്പായി. നൂഹ് നബി അലൈഹി സ്വലാം ദുആ ചെയ്തിരുന്നതും അതിനു വേണ്ടിയാണ്. വിശ്വാസികൾ ഒഴിച്ച് മറ്റുള്ളവരൊക്കെ നശിപ്പിക്കപ്പെടുകയാണ് എന്ന് അള്ളാഹു തആല നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതാണ് ഇവിടെ അംറ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം, അതായത് ഉദ്ദിഷ്ടകാര്യം അല്ലെങ്കിൽ കൽപ്പന എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. മാത്രമല്ല വ്യാപകമായ ഈ ഒരു സംഹാരത്തോടെ ആ കഠിന ഹൃദയരായ നിഷേധികളുടെ ദൗർഭാഗ്യം അവസാനിക്കുന്നില്ല. അക്രമികൾക്ക് നാശമുണ്ടാവട്ടെ എന്നൊരു ശാപവാക്ക് കൂടി ഇവിടെ അല്ലാഹു തആല പറയുന്നുണ്ട്. വഖീല ബുഅദൻ ലിൽ ഖൗമിൽ ളാലിമീൻ. കാരണം അവർ ചെയ്ത തെറ്റ് അത്രയും ഗുരുതരമാണ്. എത്ര കാലം എത്ര ഗുരുതരമായ കഠിനമായ ശിക്ഷ കൊടുത്താലും ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അധികമായില്ല. കാരണം 950 കൊല്ലക്കാലം ദഅവത്ത് പ്രബോധനം നിർവഹിച്ച ആ മഹാനായ പ്രവാചകനെ നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞ ധിക്കരിച്ച ആളുകളാണ് അവർ. അപ്പോൾ എന്ത് ശിക്ഷ കൊടുത്താലും അവർക്ക് മതിയാവുകയില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഒരു ശാപവാക്ക് കൂടി അല്ലാഹു തആല അവസാനം ചേർത്തത്. വസ്തവത് അലൽ ജൂദി ആ കപ്പൽ ജൂദി പർവ്വതത്തിൻ്റെ മേൽ ചെന്ന് നിൽക്കുകയാണ്. വസ്തവത് ആ കപ്പൽ ചെന്നു നിന്നു അലൽ ജൂദി ജൂദി പർവ്വതത്തിനുമേൽ. ജൂദി പർവ്വതത്തിനുമേൽ കപ്പൽ ചെന്നു എന്ന് പറഞ്ഞാൽ എവിടെയാണത്? ഇറാഖിലെ വടക്കൻ നഗരമായ അൽ മൗസിൽ, അതായത് മോസുൾ എന്ന് പറയുന്ന ആ പ്രദേശത്തിൻ്റെ ഉത്തരഭാഗത്തായി തുർക്കിയുടെ അതിർത്തിയിലാണ് ജൂദി പർവ്വത നിരകളുള്ളത്. അർമേനിയയും ഇതിനടുത്താണ്. അതിന് മുകളിലാണ് കപ്പൽ നിലയുറപ്പിച്ചത്. അറാറത്ത് എന്നും ആ മലയ്ക്ക് പേരുണ്ട്. 3000 മുതൽ 5000 മീറ്റർ വരെയാണ്, 3000 സംതിങ് മുതൽ 5000 ചില്ലാനം മീറ്റർ വരെയാണ് ആ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഈ മലയുടെ ഉയരം. കപ്പൽ നങ്കൂരമിട്ട സ്ഥലം ജൂദി പർവ്വതം തുർക്കിയിലാണെന്നും ഇറാഖിലാണെന്നും അർമേനിയയിലാണെന്നും കുർദിസ്ഥാനിലാണെന്നും ഒക്കെ അഭിപ്രായങ്ങൾ കാണാം. എല്ലാം ഏറെക്കുറെ ശരി തന്നെയാണ്. കാരണം ജൂദി പർവ്വതത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. മുൻകാലത്ത് പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ അതിർത്തികൾക്ക് കൃത്യതയില്ലായിരുന്നല്ലോ. മാത്രമല്ല പല കാലത്തും നടന്ന അതിർത്തി മാറ്റങ്ങളും മറ്റൊക്കെ നോക്കുമ്പോൾ ഈ അഭിപ്രായങ്ങളൊക്കെ ഏറെക്കുറെ ശരി തന്നെയാണ്. ഈ അറാറത്ത് പർവ്വത ശൃംഖലകളിൽ ഗ്രേറ്റ് അറാറത്ത്, ലിറ്റിൽ അറാറത്ത് എന്നിങ്ങനെ 2 കൊടുമുടികളുണ്ട്. ഇവയിൽ ആദ്യത്തതിൻ്റെ ഉയരം, ഗ്രേറ്റ് അറാറത്തിൻ്റെ ഉയരം 5156 മീറ്ററാണ്. ലിറ്റിൽ അറാറത്തിൻ്റെ ഉയരം 3927 മീറ്ററാണ്. ഈ ഗ്രേറ്റ് അറാറത്തിലെ ഒരു മലയാണ് ജൂദി. അവിടെ നിന്ന് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കപ്പലിൻ്റേതെന്ന് സംശയിക്കപ്പെടുന്ന ചില ഭാഗങ്ങൾ പുരാവസ്തു ഗവേഷകന്മാർ കണ്ടുപിടിച്ചതായി അടുത്ത കാലത്ത് വാർത്തകളുണ്ടായിരുന്നു. ഒരു അമേരിക്കൻ പുരാവസ്തു ഗവേഷക സംഘം നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കപ്പലിൻ്റേതാണെന്ന് അനുമാനിക്കപ്പെടുന്ന ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നും അതിന്മേൽ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പത്രവാർത്തകൾ ഉണ്ടായിരുന്നു. അത് സംബന്ധമായിട്ട് സെർച്ച് ചെയ്താൽ വിഷയങ്ങൾ കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോഴും ആ കപ്പലിൻ്റെ അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും അന്വേഷണങ്ങളും റിസർച്ചുകളും ഒക്കെ ഗവേഷകന്മാർ നിർത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. സൂറത്തു അൻകബൂത്തിൽ അല്ലാഹു തആല ഈ ഒരു വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. 15-ാമത്തെ ആയത്തിൽ സൂറത്തുൽ അൻകബൂത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഅൻജയ്നാഹു
വഅസ്ഹാബ സഫീനതി വജഅൽനാഹാ ആയത്തൻ ലിൽ ആലമീൻ. അദ്ദേഹത്തെയും അതായത് നൂഹ് നബി അലൈഹി സ്വലാമിനെയും കപ്പലുള്ളവരെയും നാം രക്ഷപ്പെടുത്തി അതിനെ നാം മാലോകർക്ക് ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു എന്ന് സൂറത്തുൽ അൻകബൂത്തിൽ 15 അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ ആ ദൃഷ്ടാന്തമാക്കി എന്നത് അതാണ്. ഇന്നും അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ജൂതി എന്ന പേര് ഇപ്പോൾ അത്ര പ്രസിദ്ധമല്ല എന്നാണ്. ശൂതി എന്നും ചില ആളുകൾ പറയാറുണ്ട്. അറാറത്ത് എന്ന പേരിലാണ് പൊതുവെ ഇത് അറിയപ്പെടുന്നത്. ബൈബിളിലും ഇതേ പേരിലാണ് ഈ പർവ്വതം അറിയപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം 8 4-ാമത്തെ ആ വിഷയത്തിൽ കാണാം. ഈ പർവ്വതം സംബന്ധമായി വേറെയും ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. വളരെ പ്രസക്തമായ അഭിപ്രായമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമ്മൾ 45-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. സ്വന്തം മകൻ കൻആൻ അയാൾ കൺമുമ്പിൽ വെച്ച് മുങ്ങി മരിച്ചത് നൂഹ് നബി അലൈഹി സ്വലാമിനെ കാണേണ്ടി വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇത് സംബന്ധിച്ച് കുറെ കൂടെ സ്പഷ്ടമായ വസ്തുതകൾ മനസ്സിലാക്കണമെന്ന് നൂഹ് നബി അലൈഹി സ്വലാമിന് തോന്നുകയാണ്. സ്വന്തം കുടുംബത്തെ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് അള്ളാഹു തആല നേരത്തെ പറഞ്ഞിരുന്നതാണ്. അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. എന്നിട്ട് എന്തേ ആ വാഗ്ദാനം നിറവേറ്റപ്പെട്ടില്ല? നിന്റെ സ്വന്തക്കാരെയും കപ്പലിൽ കയറ്റിക്കൊള്ളുക വഅഹ്ലക എന്ന് അള്ളാഹു തആല പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ തൻ്റെ മകനും അതിൽ ഉൾപ്പെടുന്നു എന്ന് മഹാനവറുകൾ കരുതി. അതുകൊണ്ടാണ് ഇന്ന് ചോദിക്കാൻ പോകുന്നത്, രക്ഷിതാവേ, എൻ്റെ മകൻ എൻ്റെ സ്വന്തം കുടുംബത്തിലെ അംഗം തന്നെയല്ലേ? നീയാകട്ടെ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിക്കുന്നവനുമാണല്ലോ. നിന്റെ വാഗ്ദാനങ്ങൾ സത്യസന്ധമായി പുലരുന്നതുമാണ്. വിധികളുടെ കാര്യത്തിലാവട്ടെ നീ വളരെ നീതിമാനായി മാത്രമേ വിധിക്കുകയുള്ളൂ. ഈ പശ്ചാത്തലത്തിൽ എൻ്റെ മകൻ്റെ ദുര്യോഗം എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്? ഇതാണ് നൂഹ് നബി അലൈഹി സ്വലാം ചോദിക്കുന്നത്. 45-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ونادى نوح ربه فقال رب إن ابني من أهلي وإن وعدك الحق وأنت أحكم الحاكمين. വനാദാ നൂഹ് നബി അലൈഹി സ്വലാം വിളിച്ചു. റബ്ബഹു, തൻ്റെ റബ്ബിനെ വിളിച്ചു ചോദിച്ചു. ഫഖാല, എന്നിട്ട് മഹാനൂറുകൾ പറഞ്ഞു. നാദ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്താ പറഞ്ഞത്? റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നബ്നി, നിശ്ചയമായും എൻ്റെ മകൻ, മിൻ അഹ്ലി, എൻ്റെ കുടുംബാംഗം തന്നെയാണല്ലോ. വഇന്ന വഅദക, നിന്റെ വാഗ്ദാനമാവട്ടെ, അൽ ഹഖു, സത്യവുമാണ്. വഅൻത അഹ്കമുൽ ഹാക്കിമീൻ, നീയാകട്ടെ ഏറ്റവും ഉത്തമനായ വിധികർത്താവുമാണ്. അതായത് നൂഹ് നബി പറയുന്നത്, എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണല്ലോ. എൻ്റെ കുടുംബാംഗങ്ങളെ രക്ഷിക്കാം എന്ന് നീ പറഞ്ഞ വാഗ്ദാനം അത് സത്യം തന്നെയല്ലേ? പിന്നെന്തെങ്ങനെ സംഭവിച്ചത്? ഇതാണ് ചോദ്യം. ഇത് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം മോൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ ചോദ്യം ചെയ്തതല്ല. മഹാനായൊരു പ്രവാചകൻ, ഷെയ്ഖുൽ അംബിയ എന്ന സ്ഥാനപ്പേരുള്ള ഉലുൽ അസ്മുകളിൽപ്പെട്ട മാതൃകാപരരായ പ്രവാചകൻ, 10 നൂറ്റാണ്ടുകാലം അള്ളാഹുവിനെ പരിപൂർണമായ സംതൃപ്തിയിൽ ജീവിച്ച നിശ്ചല വ്യക്തിത്വത്തിനുടമയായ പ്രവാചകൻ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുക എന്ന പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ആ പ്രശ്നമേ അവിടെ ഉദിക്കുന്നില്ല. ഇവിടെ ഒരിക്കലും അള്ളാഹുവിനെ ചോദ്യം ചെയ്തതല്ല. മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചില കാര്യങ്ങൾ ചോദിച്ചു എന്നേ ഉള്ളൂ. അത് അള്ളാഹു കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ഈ ഒരു ചോദ്യത്തിന് അള്ളാഹുവിൻ്റെ മറുപടി? എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തത്? അത് ഇനി അടുത്ത പേജിലെ ആയത്തുകളിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ പഠിക്കാം. ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അള്ളാഹു, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം സാലിഹായ അമലായി ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളെല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരണം അള്ളാഹ്. ഞങ്ങൾക്കും മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ഞങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകൾക്കും എല്ലാ മുഅ്മിനാത്തും നിങ്ങൾക്കും നീ രണ്ട് ലോകത്തും ഖൈറ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഇഖ്ലാസോടുകൂടി ദീനിനും ഖുർആനും ഖിദ്മത്ത് ചെയ്യാനുള്ള അവസരം തൗഫീഖും നൽകണേ അള്ളാഹ്. ഞങ്ങളെല്ലാവരും ആഖിറത്ത് നന്നാക്കണേ തമ്പുരാനെ. ആഖിറത്തിലേക്ക് മുതൽ കൂട്ടാവുന്ന അമലുകളായി ഇത്തരം ക്ലാസ്സുകൾ നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.
സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.